അപ്പം നമ്മൾ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് വരെയാണ് ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് പെർക്വിസിറ്റ്സ് ഇൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദി ഹെഡ് സാലറി. അതായത് സാലറീൻ്റെ അണ്ടറിൽ നമ്മൾ എങ്ങനെയാണ് പെർക്വിസിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞ റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് ഹൗസിൻ്റെതാണ്. ഇതിൽ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിലും നോൺ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസും ഉണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസ് നോക്കാം. ഇതിൽ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ലൈസൻസ് ഫീസ് ഓഫ് ദി ഹൗസ്. ഹൗസിൻ്റെ ലൈസൻസ് ഫീസാണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻ ദ കേസ് ഓഫ് നോൺ ഗവൺമെൻറ് എംപ്ലോയീസ്. ഇവരുടെ കേസിൽ ഇഫ് ദ ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ഉണ്ട്, ഇഫ് ദ ഹൗസ് ഈസ് ടേക്കൺ ഓൺ ലീസ് ബൈ ദി എംപ്ലോയർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കാം. ഇഫ് ദി ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ, അതായത് എംപ്ലോയർ ആണ് ഹൗസ് ഓൺ ചെയ്യുന്നതെങ്കിൽ 25 lakhs ഓർ മോർ പോപ്പുലേഷൻ ഉള്ള പ്ലേസിലാണെങ്കിൽ 50% ഓഫ് സാലറി ആയിരിക്കും ടാക്സബിൾ വാല്യൂ ആവുക. പിന്നെ 10 to 25 lakhs ആണ് പോപ്പുലേഷൻ എങ്കിൽ 10% ഓഫ് സാലറി. ഇനി ലെസ് ദാൻ 10 lakh ആണ് പോപ്പുലേഷൻ എങ്കിൽ 7.5% സാലറി. ഇനി പറയുന്നത് ഇഫ് ഹൗസ് ഈസ് ടേക്കൺ ഓൺ ലീസ് ബൈ എംപ്ലോയർ. എംപ്ലോയർ ലീസിന് എടുക്കുന്ന ഹൗസിൻ്റെ കേസിലാണെങ്കിൽ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ 15% ഓഫ് ദി സാലറി ഓർ ലീസ് റെൻറ്റ് വിച്ച് എവർ ഈസ് ലോവർ. അതായത് സാലറീൻ്റെ 50% അല്ലെങ്കിൽ ലീസ് റെൻറ്റ്, ഇതിൽ ഏതാണോ ലോവസ്റ്റ് എമൗണ്ട് എന്ന് വിചാരിച്ചാൽ അതായിരിക്കും ടാക്സബിൾ വാല്യൂ. ഇനി റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസിൻ്റെ കേസ്. റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസിൻ്റെ കേസിൽ നമ്മൾ റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് ഹൗസിൽ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൊടുക്കുക. അതായത് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ കേസിൽ നമ്മൾ ഗവൺമെൻറ് എംപ്ലോയിൻ്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയായിരുന്നു എടുത്തത്? ലൈസൻസ് ഫീസ് ഓഫ് ദി ഹൗസ് ആണ്. അവിടെ ഇനിയിപ്പോൾ ഫർണിഷ്ഡ് ഹൗസ് ആണെങ്കിൽ ആ ലൈസൻസ് ഫീസ് ഓഫ് ഹൗസിൻ്റെ ഒപ്പം 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ലീസ് റെൻറ്റിന് ഹൗസ് എടുത്ത എംപ്ലോയറിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? 50% ഓഫ് സാലറി ഓർ ആക്ച്വൽ റെൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ ഫർണിഷ്ഡ് ഹൗസ് ആകുമ്പോൾ ആക്ച്വൽ റെൻ്റ് ഓർ 50% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്, അതിൻ്റെ ഒപ്പം 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യുക. ഇനി കൺസെഷൻ ഇൻ റെൻറ്റ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ആൻഡ് അൺഫർണിഷ്ഡ് ഹൗസ് നമ്മൾ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതേപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ റെൻറ്റ് ചാർജ് ഡിഡക്റ്റ് ചെയ്യണം. അതായത് എങ്ങനെയാണോ റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് ആൻഡ് അൺഫർണിഷ്ഡ് ഹൗസിൻ്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്തത് ആ എമൗണ്ടിൽ നിന്നും റെൻറ്റ് ചാർജ് ഡിഡക്റ്റ് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പം നമുക്ക് കൺസെഷൻ ഇൻ റെൻറ്റിൻ്റെ കേസിലുള്ള ടാക്സബിൾ വാല്യൂ കിട്ടും. ഇനി പറയുന്ന കേസ് റെൻറ്റ് ഫ്രീ കൺസെഷണൽ ഫർണിഷ്ഡ് ഓർ അൺഫർണിഷ്ഡ് ഹൗസ് ഇൻ സ്പെഷ്യൽ കേസസ്. റെൻറ്റ് ഫ്രീ ഓർ കൺസെഷണൽ ഫർണിഷ്ഡ് ഓർ അൺഫർണിഷ്ഡ് ഹൗസ് ഇൻ സ്പെഷ്യൽ കേസസ്. ഇവിടെ ഫസ്റ്റ് പറയുന്നത് റിമോട്ട് ഏരിയയിലാണ് അക്കോമഡേഷൻ എങ്കിൽ ടാക്സബിൾ അല്ല. റിമോട്ട് ഏരിയയിലാണ് അക്കോമഡേഷൻ എങ്കിൽ ടാക്സബിൾ അല്ല. പിന്നെ ഹോട്ടൽ അക്കോമഡേഷൻ ഓർ ഗസ്റ്റ് ഹൗസ് അക്കോമഡേഷൻ ആണെങ്കിൽ 24% ഓഫ് ദ സാലറി ഓർ ഹോട്ടൽ ടാരിഫ്. 24% ഓഫ് സാലറി അല്ലെങ്കിൽ ഹോട്ടൽ ടാരിഫ്, ഇതിൽ ഏതാണ് ലോവർ എമൗണ്ട് എന്ന് വെച്ചാൽ അതായിരിക്കും ഹോട്ടൽ അക്കോമഡേഷൻ്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. 24% ഓഫ് സാലറി ഓർ ഹോട്ടൽ ടാരിഫ്, ഇതിൽ ഏതാണോ ലോവർ എമൗണ്ട് എന്ന് വിചാരിച്ചാൽ അതായിരിക്കും ടാക്സബിൾ വാല്യൂ. ഇനി ഹോട്ടൽ അക്കോമഡേഷൻ 15 ദിവസം വരെയുള്ള ഹോട്ടൽ അക്കോമഡേഷൻ ആണെങ്കിൽ അവിടെ അത് ടാക്സബിൾ അല്ല. 15 ദിവസം വരെയുള്ള ഹോട്ടൽ അക്കോമഡേഷൻ ആണെങ്കിൽ ടാക്സബിൾ അല്ല. പക്ഷെ 15 ദിവസത്തിന് മുകളിലാണെങ്കിൽ ടാക്സബിൾ ആണ്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഫോർത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ എംപ്ലോയിനെ ഒരു പുതിയ ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ പുതിയ ലൊക്കേഷനിലേക്ക് പോവുകയും അയാളുടെ ഓൾഡ് ലൊക്കേഷനിലുള്ള ഓൾഡ് ലൊക്കേഷനിലുള്ള ഹൗസ് വെക്കേറ്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ന്യൂ ലൊക്കേഷനിലേക്ക് പോയിട്ടുള്ള 90 ദിവസം ടൈമിൽ ഏതെങ്കിലും ഒരു ഹൗസിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്താൽ മതി. അതായത് പുതിയ ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യുകയും പഴയ ലൊക്കേഷനത്തെ ഹൗസ് വെക്കേറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിൽ 90 ദിവസം ടൈമിൽ ഏതെങ്കിലും ഒരു ഹൗസിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്താൽ മതി.
പിന്നെ അഞ്ചാമത്തെ കേസ് പറയുന്നത് എന്താ വെച്ചാൽ ഹൈക്കോർട്ട് ജഡ്ജസ്, സുപ്രീം കോർട്ട് ജഡ്ജസ്, യൂണിയൻ മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ് ആൻഡ് ഒഫീഷ്യൽ ഇൻ പാർലമെന്റ് ആൻഡ് ചെയർമാൻ ഓർ മെമ്പർ ഓഫ് UPSC ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന റെന്റ് ഫ്രീ ഫർണിഷ്ഡ് ഓർ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ടാക്സബിൾ അല്ല. ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന റെന്റ് ഫ്രീ ഓർ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കേസിൽ ടാക്സബിൾ അല്ല, അതായത് ടാക്സ് പേ ചെയ്യണ്ട. ഇനി ഫ്രീ ഡൊമസ്റ്റിക് സെർവൻസ്, അതായത് ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നവർ ആണ് പറയുന്നത് ഫ്രീ ഡൊമസ്റ്റിക് സെർവൻസ്. അവരുടെ കേസിൽ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയർ മൈനസ് എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയി. എംപ്ലോയർക്ക് വരുന്ന ആക്ച്വൽ എക്സ്പെൻഡിച്ചറിൽ നിന്നും എംപ്ലോയി പേ ചെയ്യുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യുക. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയർ മൈനസ് എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയി. ഇനി അടുത്ത കേസ് gas, electricity or water supplied after purchasing from outside agency. ഔട്ട്സൈഡ് ഏജൻസിയിൽ നിന്നും ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ പർച്ചേസ് ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്ന കേസിൽ വരുന്ന ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ബൈ ദി എംപ്ലോയർ ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി. അതായത് എംപ്ലോയർ സ്പെൻഡ് ചെയ്യുന്ന ആക്ച്വൽ എമൗണ്ടിൽ നിന്നും എംപ്ലോയി റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ലെസ് ചെയ്യുക, അപ്പോൾ ടാക്സബിൾ വാല്യൂ കിട്ടും. ഇനി പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയാണ്. ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റിയിൽ എന്താ പറയുന്നത് വെച്ചാൽ ട്രെയിനിങ്, എംപ്ലോയീസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ അല്ല. ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻഡിച്ചർ ഒന്നും ടാക്സബിൾ അല്ല. പിന്നെ എംപ്ലോയർ എംപ്ലോയീസിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. പിന്നെ തേർഡ് പറയുന്നത് എംപ്ലോയർ ഫാമിലി മെമ്പേഴ്സിന് എംപ്ലോയർ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തതെങ്കിൽ അതേപോലത്തെ ഒരു സിമിലർ നേച്ചറിലുള്ള വേറെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്രയാണോ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത് ആ എമൗണ്ട് ആയിരിക്കും ടാക്സബിൾ ആവുക. പിന്നെ ഫോർത്ത് കേസ് പറയുന്നത്, അതായത് ഇപ്പോൾ എംപ്ലോയിൻ്റെ ചൈൽഡിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എംപ്ലോയിൻ്റെ ചൈൽഡിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അപ് ടു 1000 പെർ മന്ത് പെർ ചൈൽഡ് എക്സംപ്റ്റഡ് ആണ്. അപ് ടു 1000 പെർ മന്ത് പെർ ചൈൽഡ് എക്സംപ്റ്റഡ് ആണ്. ഇനി ലീവ് ട്രാവൽ കൺസെഷൻ 4 ഇയേഴ്സിലായിട്ട് വരുന്ന 2 ജേർണീസ് എക്സംപ്റ്റഡ് ആണ് ടാക്സ് എന്ന്. പിന്നെ പറയുന്നത് പ്ലേസ് ഓഫ് ഒറിജിൻ ടു ദി ഫാർദസ്റ്റ് പോയിന്റ് വരെ പോകുമ്പോൾ വരുന്ന ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ടാക്സിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്. പിന്നെ പറയുന്നത് എംപ്ലോയീസ് ഒബ്ലിഗേഷൻ മെറ്റ് ബൈ എംപ്ലോയർ, അതായത് എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും മോണിറ്ററി ഒബ്ലിഗേഷൻസ് എംപ്ലോയർ മെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കേസസിലും ടാക്സബിൾ ആണ്. ഇനി പറയുന്നത് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ ആണ്. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇതിൻ്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ എല്ലാ മാസവും അവസാന ദിവസം വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാന്ന് നോക്കിയിട്ട് അതിൽ മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാന്ന് എടുത്തിട്ട്, അതായത് എല്ലാ മാസവും അവസാനത്തെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് SBI ലെൻഡിങ് റേറ്റ് പ്രകാരം മൾട്ടിപ്ലൈ ചെയ്യുക. പ്രീവിയസ് ഇയറിലെ ഫസ്റ്റ് ഡേയിൽ SBI ലെൻഡിങ് റേറ്റ് പ്രകാരം മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ നിന്നും എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി ഡിഡക്റ്റ് ചെയ്യുക. അതായത് എല്ലാ മാസവും അവസാന ദിവസം വരുന്ന ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിച്ച് അതിൽ മാക്സിമം ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ ഫസ്റ്റ് ഡേയിൽ SBI ലെൻഡിങ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും എംപ്ലോയീസ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ടാക്സബിൾ വാല്യൂ കിട്ടും. പിന്നെ പറയുന്നത് ഒരു ലോൺ 20,000 രൂപ വരെ വരുന്ന ലോൺ ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. പക്ഷെ 20,000 രൂപയിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. പിന്നെ പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺ ആണെങ്കിൽ ടാക്സബിൾ അല്ല.
ഇനി പറയുന്നത് യൂസ് ഓഫ് എംപ്ലോയേഴ്സ് മൂവബിൾ അസറ്റ്. മൂവബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി, ക്യാഷ്, വെഹിക്കിൾ ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിലുള്ള ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ വെച്ചാൽ 10% of actual cost of asset to the employer or higher charges, അതിൽ നിന്നും എംപ്ലോയർ റിക്കവർ ചെയ്യുന്ന എമൗണ്ട് റെഡ്യൂസ് ചെയ്യുക. അതായത് 10 per annum of actual cost of asset minus amount recovered from the employee. ഇനി സെയിൽ ഓഫ് മൂവബിൾ അസറ്റ്. മൂവബിൾ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ ഉള്ള കേസാണ് പറയുന്നത്. ഇവിടുത്തെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വൽ കോസ്റ്റ് ടു ദി എംപ്ലോയർ മൈനസ് നോർമൽ വിയർ ആൻഡ് ടിയർ മൈനസ് സെയിൽ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയറിൻ്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്നും നോർമൽ വിയർ ആൻഡ് ടിയർ മൈനസ് ചെയ്തിട്ട് അതിന് എംപ്ലോയി പേ ചെയ്തിട്ടുള്ള സെയിൽ കൺസിഡറേഷനും കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ ടാക്സബിൾ വാല്യൂ കിട്ടും. പിന്നെ നോർമൽ വിയർ ആൻഡ് ടിയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോ അസറ്റ്സിന് ഓരോ പെർസെൻറ്റേജ് ഉണ്ട്. അതിൽ കമ്പ്യൂട്ടർ ആൻഡ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ 50% ഓഫ് കോസ്റ്റ് ആണ്. കാർ ആണെങ്കിൽ 20% ഓഫ് കോസ്റ്റ് ആണ്. ഇനി അതർ അസറ്റ് ആണെങ്കിൽ 10% ഓഫ് കോസ്റ്റ് ആണ്. ഈ കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രോണിക് ഐറ്റംസ് അത് 50% അത് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ് റെഡ്യൂസ് ചെയ്യുക. കാറിൻ്റെ കേസിലും ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ് റെഡ്യൂസ് ചെയ്യുക. ഇനി മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ്. മെഡിക്കൽ ഫെസിലിറ്റീസിൽ പറയുന്നത് എംപ്ലോയർ, അതായത് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ പർട്ടിക്കുലർ ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് ഉണ്ട്. ആ ഒരു ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സിലാണ് മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നതെങ്കിൽ ടാക്സിൻ്റെ കേസിൽ ചാർജബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ ഓൺഡ് ഓർ മെയിൻറ്റെയിൻ ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ ഓൺ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വരുന്ന എക്സ്പെൻഡിച്ചർ ടാക്സബിൾ അല്ല. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നാണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെങ്കിലും ടാക്സബിൾ അല്ല. പിന്നെ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ടാക്സബിൾ അല്ല. പിന്നെ ചീഫ് കമ്മീഷണർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിലും ടാക്സബിൾ അല്ല. പിന്നെ എംപ്ലോയർ എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ടാക്സബിൾ അല്ല. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എംപ്ലോയർക്ക് മീറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചർ, അതായത് എംപ്ലോയർക്ക് 15,000 രൂപ വരെ വന്ന എക്സ്പെൻഡിച്ചർ എക്സംപ്റ്റഡ് ആണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമാണ് ടാക്സബിൾ. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്നും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന എക്സ്പെൻഡിച്ചർ, എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ചാർജബിൾ അല്ല. അതിനും RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു എമൗണ്ട് ലിമിറ്റ് ഉണ്ട്, അതുവരെ ചാർജബിൾ അല്ല. പിന്നെ പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇന്ത്യൻ്റെ പുറത്ത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ വരുന്ന ട്രാവലിംഗ് എക്സ്പെൻഡിച്ചർ ടാക്സബിൾ ആണ്. ഇനി മോട്ടോർ കാറിൻ്റെ കേസാണ് പറയുന്നത്. ഇതിൽ മോട്ടോർ കാറിൽ ഫസ്റ്റ് കേസ് പറയുന്നത് കാർ owned or hired by employer, expenses incurred by employer and used for partly official and partly personal purpose. അതായത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാറ് എക്സ്പെൻസസ് എംപ്ലോയർ ആണ് മീറ്റ് ചെയ്യുന്നത്. അത് പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ 1600cc ഓർ ലെസ് ആയിട്ട് വരുന്ന കാറാണെങ്കിൽ 1600cc ഓർ ലെസ് ആയി വരുന്ന കാറാണെങ്കിൽ 1200 പെർ മന്ത് ആയിരിക്കും ടാക്സബിൾ വാല്യൂ. 1200 പെർ മന്ത് ആയിരിക്കും ടാക്സബിൾ വാല്യൂ. ഇനി 1600cc മുകളിൽ വരുന്നതാണെങ്കിൽ 2400 പെർ മന്ത് ആയിരിക്കും ടാക്സബിൾ വാല്യൂ. അതേപോലെ അവിടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ സാലറി 900 പെർ മന്ത്. അപ്പോൾ 1600 ലെസ് ആണ് വരുന്നതെങ്കിൽ 1200 പെർ മന്തും 1600 എബോവ് ആണെങ്കിൽ 2400 പെർ മന്തും പിന്നെ ഡ്രൈവർ സാലറി 900 പെർ മന്തും. ഇവിടെ എംപ്ലോയീസ് റിക്കവർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് പറയുന്നത് കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസസ് ഇൻക്യൂർഡ് ബൈ എംപ്ലോയർ ആൻഡ് യൂസ്ഡ് ഹോളി ഫോർ പേഴ്സണൽ പർപ്പസ്. അതായത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാറും എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന എംപ്ലോയർ തന്നെയാണ്. അത് പേഴ്സണൽ പർപ്പസിന് മാത്രം യൂസ് ചെയ്യുമ്പോൾ. നേരത്തെ നമ്മൾ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് ആണ് പറഞ്ഞത്. ഇവിടെ പേഴ്സണൽ പർപ്പസിന് മാത്രമാണെങ്കിൽ അവരുടെ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ entire expenditure incurred by the employer plus
10% per annum of actual cost ലെസ് എക്സ്പെൻസസ് റിക്കവേർഡ് ഫ്രം എംപ്ലോയീസ്. അതായത് എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിൽ നിന്നും 10% പെർ ആനം ഓഫ് ആക്ച്വൽ കോസ്റ്റ് ആഡ് ചെയ്യുക. അതിൽ നിന്നും എംപ്ലോയീസ് റിക്കവർ ചെയ്യുന്ന എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുക. ഇനി പറയുന്നത് കാർ ഓൺഡ് ഓർ ഹയർഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയി യൂസ്ഡ് ഫോർ പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പേഴ്സണൽ പർപ്പസ്. അതായത് എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാറ് അതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. ഇത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1600 cc ഓർ ലെസ് ആയി വരുന്ന കാറാണെങ്കിൽ 600 പെർ മന്ത്. ഇനി എബോവ് 1600 cc ആണെങ്കിൽ 900 പെർ മന്തും പിന്നെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ സാലറി 900 പെർ മന്തും. ഓക്കെ, അപ്പോൾ 1600 cc ഓർ ലെസ് ആണെങ്കിൽ 600 പെർ മന്തും എബോവ് 1600 cc ആണെങ്കിൽ 900 പെർ മന്തും അതിൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ സാലറി 900 പെർ മന്ത്. ഇവിടെയും എംപ്ലോയീസ് റിക്കവർ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റബിൾ അല്ല. പിന്നെ പറയുന്നത് car owned by employee, expenses incurred by employer and used for partly official and partly personal purpose. അതായത് എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറ് അതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. ഇവിടെ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ ടാക്സബിൾ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ബൈ ദി എംപ്ലോയർ മൈനസ് എക്സ്പെൻഡിച്ചർ പെർട്ടൈനിങ് ടു ഒഫീഷ്യൽ യൂസ് മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി. അതായത് എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിൽ നിന്നും ഒഫീഷ്യൽ യൂസിന് മീറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ലെസ് ചെയ്തിട്ട് അതിൽ നിന്നും എംപ്ലോയീസ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ലെസ് ചെയ്യുക. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ബൈ എംപ്ലോയർ മൈനസ് എക്സ്പെൻഡിച്ചർ പെർട്ടൈനിങ് ടു ഒഫീഷ്യൽ യൂസ് മൈനസ് എനിത്തിങ് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി. ഇനി അടുത്തത് പറയുന്നത് ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന കേസാണ്. അത് പറയുന്നത് 1600 cc ഓർ ലെസ് ആണെങ്കിൽ 1800 പെർ മന്ത്, എബോവ് 1600 cc ആണെങ്കിൽ 2400 പെർ മന്തും അതേപോലെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ സാലറി 900 പെർ മന്തും. അപ്പോൾ 1600 cc ഓർ ലെസ് ആണെങ്കിൽ 1800 പെർ മന്തും എബോവ് 1600 cc ആണെങ്കിൽ 2400 പെർ മന്തും പിന്നെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവർ സാലറി 900 പെർ മന്തും. അപ്പോൾ ഇതാണ് നമ്മുടെ കാറിൻ്റെ കാൽക്കുലേഷൻ, മോട്ടോർ കാറിൻ്റെ. ഇനി ഇതിൽ കൺവെയൻസ് ഫെസിലിറ്റി പറയുന്നുണ്ട്. കൺവെയൻസ് ഫെസിലിറ്റീസ് ടാക്സബിൾ അല്ലാത്ത കേസാണ് പറയുന്നത്. അതായത് നമ്മൾ ഓഫീസിൽ നിന്ന് റിസൈഡിങ് പ്ലേസിലേക്ക് പോകുമ്പോൾ വരുന്ന അല്ലെങ്കിൽ റിസൈഡിങ് പ്ലേസിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ വരുന്ന ആ ഒരു എക്സ്പെൻഡിച്ചർ ഇല്ലേ, അത് ടാക്സബിൾ അല്ല. പിന്നെ ഹൈക്കോടതി ജഡ്ജസ്, സുപ്രീം കോടതി ജഡ്ജസ്, ചെയർമാൻ ഓർ മെമ്പേഴ്സ് ഓഫ് UPSC ഇവരുടെ കേസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കൺവെയൻസ് ഫെസിലിറ്റി ടാക്സബിൾ അല്ല. ഇനി പറയുന്ന ലഞ്ച്, റിഫ്രഷ്മെന്റ് എക്സെട്ര ആണ്. ഇവിടെ പറയുന്നത് ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബീവറേജസ് വർക്കിംഗ് അവേഴ്സിൽ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സംപ്റ്റഡ് ആണ്. ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബീവറേജസ് റിമോട്ട് ഏരിയയിലും അതേപോലെ തന്നെ ഓഫ് സൈറ്റ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും വർക്കിംഗ് അവേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഇനി ലഞ്ച് ആൻഡ് റിഫ്രഷ്മെന്റിന്റെ കേസ് പറയുന്നത് അതായത് 50 പെർ മീൽ, അതായത് മീലിന് 50 രൂപ വരെയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ 50 രൂപേൻ്റെ മുകളിലാണ് മീലിന് വാല്യൂ വരുന്നതെങ്കിൽ, ക്യാഷ് കോസ്റ്റ് വരുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ്. പിന്നെ റിഫ്രഷ്മെന്റ് പറയുന്നത് വർക്കിംഗ് അവേഴ്സിൽ കൊടുക്കുന്ന ടീ ആൻഡ് സ്നാക്സ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ഇനി പറയുന്നത് ട്രാവലിംഗ്, ടൂറിംഗ്, അക്കോമഡേഷൻ്റെ കേസാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ എംപ്ലോയീസിന് എല്ലാവർക്കും ഈ ഒരു ഫെസിലിറ്റി ഒരേപോലെ, എല്ലാ എംപ്ലോയീസിനും ഒരേപോലെയാണ് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തതെങ്കിൽ ഇത് എംപ്ലോയീസിൻ്റെ ഹാൻഡിൽ ടാക്സബിൾ ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയർ ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയറിൽ നിന്നും എംപ്ലോയി റിക്കവർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിലുള്ള ടാക്സബിൾ വാല്യൂ കിട്ടും. ഇനി സെക്കൻഡ് പറയുന്നത് വെൻ സച്ച് ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ യൂണിഫോംലി ടു ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ ഈ ഒരു ഫെസിലിറ്റി
ലഭിക്കാതിരിക്കുന്ന കേസിൽ ഇതും എംപ്ലോയീസിൻ്റെ ഹാൻഡിലായിരിക്കും ടാക്സബിൾ ആവുക. ഇവിടെ എങ്ങനെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വാല്യൂ അറ്റ് വിച്ച് സച്ച് ഫെസിലിറ്റീസ് ആർ ഓഫേർഡ് ബൈ അതർ ഏജൻസീസ് ടു ദ പബ്ലിക് ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം ദി എംപ്ലോയി. അതായത് വേറെ ഏജൻസീസ് ഈ ഫെസിലിറ്റീസ് എത്ര വാല്യൂവിലാണ് പബ്ലിക്കിന് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വാല്യൂവിൽ നിന്നും എംപ്ലോയീസ് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് ലെസ് ചെയ്യുക. അടുത്തത് പറയുന്നത് ഗിഫ്റ്റ്, വൗച്ചർ ഓർ ടോക്കൺ. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ എംപ്ലോയീസിന്, അതായത് ഇതിൽ ടാക്സബിൾ ഗിഫ്റ്റ്, വൗച്ചർ ഓർ ടോക്കണിൻ്റെ കേസിൽ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ വെച്ചാൽ taxable as a perquisite in the hands of an employee on the basis of actual expenditure of the employee. അതായത് ഇത് എംപ്ലോയീസിൻ്റെ ഹാൻഡ്സിലായിരിക്കും ടാക്സബിൾ ആവുക. ഇതിൻ്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് എംപ്ലോയർ മീറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയർ ആയിരിക്കും ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഗിഫ്റ്റ് ഇൻ കൈൻഡ്, അതായത് ക്യാഷ് അല്ലാതെ കിട്ടുന്ന ഗിഫ്റ്റിൻ്റെ കേസിലാകുമ്പോൾ 5,000 പെർ ആനം വരെ എക്സംപ്റ്റഡ് ആയിരിക്കും. ക്യാഷ് അല്ലാതെ ഗിഫ്റ്റ് ഇൻ കൈൻഡ് ആയി കിട്ടുന്നത് 5,000 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. 5,000-ൻ്റെ മുകളിലാണെങ്കിലാണ് ടാക്സബിൾ ആവുന്നത്. പിന്നെ പറയുന്നത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അതായത് സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കുള്ള എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇതിൽ പറയുന്നത് 1.5 ലാക്ക് വരെയുള്ള കോൺട്രിബ്യൂഷൻ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. 1.5 ലാക്കിൻ്റെ മുകളിലാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. പിന്നെ പറയുന്നത് എനി അതർ ഫെസിലിറ്റീസിൻ്റെ കേസാണ്. ഇതിലൊന്നും പെടാതെ വേറെ വല്ല ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെ വിചാരിച്ചാൽ ടാക്സബിൾ ആസ് എ പെർക്യൂസിറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി. ഇത് എംപ്ലോയീസിൻ്റെ ഹാൻഡിലാണ് ടാക്സബിൾ ആവുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വെച്ചാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയർ ആസ് റെഡ്യൂസ്ഡ് ബൈ എനി എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി എംപ്ലോയറിൽ നിന്നും എമൗണ്ട് പെയ്ഡ് ബൈ ദി എംപ്ലോയി റെഡ്യൂസ് ചെയ്യണം.